സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ലക്ഷ്മിക്ക്. നമുക്കൊക്കെ അറിയാവുന്ന നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടാണ് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നതും എല്ലാവരുടെ കൂടെ നിൽക്കുന്നതും. അത് ലക്ഷ്മിയുടെ യൂട്യൂബ് കാണുമ്പോഴും സോഷ്യൽ മീഡിയയിലെ എല്ലാ വീഡിയോസ് കാണുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവാനുഗ്രഹം ലക്ഷ്മിക്കുള്ള ഒരാളാണ്, വളരെയധികം ബ്ലെസ്സിങ് ഉള്ള ഒരാളാണ്. വെച്ചടി ഈ പറഞ്ഞ പോലെ നാടൻ മുറിക്കാനായിട്ട് ലക്ഷ്മിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ അത്രയും ഐശ്വര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. പേര് ലക്ഷ്മി എന്നാണ്, പിന്നെ ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാ? അപ്പോ ഈ ബിനീഷ് ബാസ്റ്റിൻ കഴിഞ്ഞിട്ട് നാട മുറിക്കുന്ന ആള് ലക്ഷ്മി. അത് അഹങ്കാരം ഇല്ല ഞങ്ങൾക്ക്, അത്രയേ ഉള്ളൂ. അപ്പം ബിനീഷ് നേരത്തെ പറഞ്ഞ ആ ഒരു വിനയം ഉണ്ടല്ലോ, ഇത്രയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹണി റോസ് ഇപ്പോ കുറച്ച് വന്നിട്ട് ഒരു എനിക്ക് തോന്നുന്നു മാസം വേണമെങ്കിൽ ഒരു 5-8 എണ്ണം വേണമെങ്കിൽ ചെയ്യുന്നുണ്ടോ, പക്ഷെ അതിൽ കൂടുതൽ ചെയ്യുന്നത് ബിനീഷാണ്. എന്തോ പറയാനുണ്ട്? ഞങ്ങൾ തൃപ്പൂണിത്തറക്കാര്യങ്ങൾ തൃപ്പൂണിത്തറയോ കര പറയണ തൃപ്പൂണിത്തറയിൽ 100 പേരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ, ആണുങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 90 പേരും മുണ്ടായിരിക്കോട്ടെ. പിന്നെ ഞാൻ മുണ്ടിടാതെ വരാൻ പറ്റുമോ ഇവിടെ? മുണ്ട് എത്ര നല്ല ഭംഗിയാണല്ലേ. കാറ്റ് വല്ല വായുസഞ്ചാരമാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്താണെങ്കിലും ബിനീഷ് കഴിഞ്ഞാൽ അന്നെയാണ് ലക്ഷ്മിയുടെ സ്ഥാനം ഈ ഉദ്ഘാടനത്തിലുള്ളൂ. എന്നാൽ ലക്ഷ്മി അധികം ഇൻട്രഡക്ഷൻ ഞാൻ തരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾക്കറിയുന്ന നമ്മുടെ ജനപ്രിയ അവതാരക, നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്ര is gonna speak. Over to you, Lakshmi Nakshatra. ഒരു കൈയടി, come on everybody, put your hands together. Over to you. Thank you so much, Stefan, for this wonderful intro. ഞാൻ പിച്ച് വെച്ച് നമ്മുടെ തൃശ്ശൂർ ലോക്കൽ ചാനലിൽ നിന്നാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യണേ. എനിക്ക് തോന്നുന്നു എൻ്റെ ഗ്രോത്ത്, താങ്കളും ഒരു തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഇതെങ്ങനെ ഇവിടെ വന്ന് എത്തി എന്നുള്ളത് ഞാൻ പിന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. എൻ്റെ ഗ്രോത്ത് സ്റ്റെഫാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഒന്നും നമ്മളായിട്ടില്ല, ആവാനുള്ള ശ്രമത്തിലാണ്. എന്തെങ്കിലും നിങ്ങൾ എല്ലാവരും ആക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടുമാണ്. വലിയൊരു നന്ദി ആദ്യം തന്നെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിലെ ക്ലാഷ് ആവും. എല്ലാം ആയില്ല, ഇനി എന്താവാനാ? ഇത് കൂടുതലാണോ? അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് സന്തോഷം, കാരണം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച സമയത്ത് വീട്ടിൽ ഒരു ചായയും കുടിച്ച് ടി-വിയും കണ്ട് അല്ലെങ്കിൽ പുറത്ത് പോയി മറ്റുള്ള മോൾസിൽ പോയി എൻജോയ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും മെജോറിറ്റി ആൾക്കാർ. പക്ഷേ ഇത്രയധികം പേര് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 10,000 പേർക്ക് ഈക്വലൻ്റ് ആണ് ഇന്നത്തെ ഒരു ദിവസം. കൊച്ചി നഗരത്തിലെ ടീം പറഞ്ഞ പോലെ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ നന്ദി. അരുൺ ഉത്രാടം മേക്ക് ഓവർ സ്റ്റുഡിയോ ആൻഡ് സലൂൺ, അതും യൂണിസെക്സ് സലൂണിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത്, ഇവിടെ ഒരുപാട് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. പിന്നെ നാട്ടുകാരുണ്ട്, തൊട്ടപ്പുറത്തെ ജ്വല്ലറിയിൽ നിന്നും എല്ലാം അവിടെ നിന്നും സ്റ്റാഫുകൾ നോക്കുന്നുണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ളതേ, ഇവിടുത്തെ സർവീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആയിട്ടുള്ള ഫേസസ് ഗ്യാരണ്ടി തരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ വന്നിടിക്കാം. കാരണം നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു സാറ്റലൈറ്റ് ചാനലിൽ ഞാൻ വരുമ്പോൾ നമുക്കൊരു പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ പേഴ്സണൽ കോസ്റ്റ്യൂമറിനെ അങ്ങനെയൊന്നും നമുക്ക് ഡിമാൻഡ് ചെയ്യാനോ അങ്ങനെ ഒന്നും അറിയില്ല. ഐശ്വര്യമായിട്ട് ആ വലത് കൈ ഒന്ന് കാണിക്കൂ. ഇതാ ഈ കൈയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ടമാർ പടാറ് തുടങ്ങുന്ന സമയത്ത് എന്നെ സുന്ദരിയാക്കി എൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ സ്ക്രീനിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ടമാർ പടാറിലൂടെ എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരുൺ ചേട്ടനാണ് ഞാനിപ്പോഴും അങ്ങനെ വിളിക്കുക. കാരണം പ്രായം കൊണ്ട് ഞാൻ ചെറുതാണെങ്കിലും അപ്പോൾ ഈ കൈകളായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു ഇനോഗ്രേഷൻ ലൈക്ക് ലക്ഷ്മി വരണം അല്ലെങ്കിൽ ബിനീഷ് വരണം, അന്ന വരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ലക്ഷ്മി തുടങ്ങിയത് ഞാൻ ലക്ഷ്മിയെ വെച്ചിട്ടാണ്. സോ എനിക്ക് ലക്ഷ്മി വരണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ 2-3 തവണ ഈ കരുക്കളൊക്കെ നീക്കി ഇവിടുന്ന് ഡേറ്റ് ഒക്കെ മാറ്റിയിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മൾ പറഞ്ഞ് എന്തിനും നമ്മൾ കൂടെയുണ്ട്, ധൈര്യമായിട്ട് ഡേറ്റ് വേണമെങ്കിൽ മാറ്റൂ അല്ലെങ്കിൽ വേണ്ട, എന്നാ ഡേറ്റ് എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ എന്തായാലും എത്തിയിരിക്കുന്നു പറഞ്ഞു. ആ വാക്ക് പാലിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനോടകം ഇപ്പം എത്ര നാളായി ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? 9 വർഷമായി. ചെയ്യാത്ത സെലിബ്രിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും പുള്ളിക്കൊരു കൺഫ്യൂഷൻ വരിക. അത്ര പേരെ സ്ക്രീനിൽ സുന്ദരിയാക്കി അല്ലെങ്കിൽ സുന്ദരന്മാരാക്കി വിടുന്ന കൈകളാണ് ഇത് എന്ന് വേണം പറയാനായിട്ട്. അതൊരു പ്രത്യേക ഐശ്വര്യമാണ്. കാരണം സാധാരണ ഒരാൾ നമ്മൾ മേക്കപ്പിന് വന്നിരിക്കുമ്പോൾ ചിലർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഡൗൺ ആയിപ്പോവും. പക്ഷേ നമ്മൾ ഉള്ളതിനേക്കാൾ നമ്മുടെ ഫീച്ചേഴ്സ് അപ്പ് ചെയ്ത് നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ബ്രൈഡലും ചെയ്യുന്നുണ്ട്. സോ ഇനി ബ്രൈഡ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം സ്കിൻ കെയർ ആണെങ്കിലും അതല്ല ഹെയർ കെയർ ആണെങ്കിലും എന്ത് വേണോ, അതും സുന്ദരന്മാരും ആവാം സുന്ദരിമാരും ആവാം, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ബ്രഷിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ മുന്നിൽ ഇരുന്നിട്ടുള്ളതാണ് വർഷങ്ങളോളം.
ആ ഒരു ഗ്യാരണ്ടി തരികയാണ്. ശരിക്കും നമുക്ക് നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ മേക്കപ്പിന് നല്ല റോൾ ഉണ്ടളിയ എന്ന് ഞാൻ എടുത്തെടുത്ത് പറയും. അപ്പോൾ താങ്ക് യു സോ മച്ച് അരുൺ ചേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവ് നമ്മുടെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന കൊച്ചിയുടെ ഒരു ഹൃദയ ഭാഗമാണ്. അപ്പോൾ ഇത്രയും പുള്ളിയുടെ ലൈഫിൽ ഇത്രയും വലിയ ചാലഞ്ച് എടുത്ത് റിസ്ക് എടുത്തത് ചെയ്യുമ്പോൾ നമുക്കും നല്ല റോളുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നല്ല റോളുണ്ട്, അത് വിജയിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി അരുൺ ഉത്രാടംസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ആൻഡ് സലൂൺ നിങ്ങൾക്കായിട്ട് നമ്മളെല്ലാവരും കൂടെ മുന്നോട്ട് വെക്കുകയാണ്. ഇത് ശരിക്കും ഒരു കുടുംബത്തിലേക്ക് വരുന്ന പോലെയാണ്. കാരണം ഒരുപാട് മെജോറിറ്റി ഫേസസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്, നമ്മൾ ആരും തമ്മിലൊരു ഫോർമാലിറ്റി ഇല്ല. അപ്പോൾ എന്തിനു വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഇവിടെ സമീപിക്കാം. കണ്ണാടിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് കണ്ണാടിയിൽ നോക്കുക, തിരിച്ചിവിടുന്ന് പോകുമ്പോഴൊന്ന് കണ്ണാടിയിൽ നോക്കുക. ആ ഒരു മാറ്റം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഔപചാരികമായിട്ടുള്ള ഇനോഗ്രേഷനിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതിനു മുമ്പ് അമ്മേ, നല്ല ഐശ്വര്യമുള്ള അനുഗ്രഹമുള്ള ഒരു മോനാണ് കേട്ടോ അമ്മയ്ക്ക്. നമ്മുടെ അടുത്ത് പെരുമാറാനാണെങ്കിലും സംസാര രീതിയാണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര ദൈവാധീനമുള്ള ഒരാളാണ്. സത്യം എന്നല്ലേ അമ്മ ഇവിടെ നിന്ന് കേൾക്കട്ടെ, പറയൂ. സത്യം തന്നെയാണ്. പിന്നെ അത് അമ്മ ഉള്ളിന്ന് പറഞ്ഞതാട്ടോ. എൻ്റെ മോൻ അങ്ങനെ തന്നെ, സത്യം തന്നെയാണ്. അപ്പൊ അത് സത്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. അരുൺ ചേട്ടാ, ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഇപ്പൊ കരയൂ? ഇല്ല, മനസ്സിൽ അല്ലേ, അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഒരുപാട് ടെൻഷൻ ഉണ്ട്, ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു സംരംഭം. അറിയാലോ, ഇത്തരത്തിലുള്ള ഒരു ഏരിയയിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത്രയും റിസ്ക് എടുക്കണം നമ്മൾ. അപ്പോൾ വിജയിപ്പിക്കുക, പ്രാർത്ഥനയിൽ ഉണ്ടാവണം. നമ്മുടെ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് പോലെ നമുക്ക് തോന്നണേ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. അതുകൊണ്ട് ലക്ഷ്മി എന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരം നിങ്ങൾക്ക് അറിയാവോ? അല്ലെ, അരുൺ പറഞ്ഞത് അത് ലക്ഷ്മി പറഞ്ഞോളൂ. അപ്പൊ അത് ഞാൻ എന്തായാലും ലക്ഷ്മിയെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ രണ്ടാമത് ലക്ഷ്മിക്ക് കൊടുക്കുന്നില്ല, ബിനീഷിന് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ലക്ഷ്മിക്ക് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ്, കാത്തിരിക്കുക ലക്ഷ്മിയുടെ വാക്ക് കേൾക്കാനായിട്ട്. ബിനീഷ് ബാസ്റ്റിലേക്ക് കടക്കണം. ബിനീഷ് ചേട്ടാ, ഈ തനി നാടൻ സ്റ്റൈലിൽ ഞാൻ ആദ്യം വിചാരിച്ചു മേളമുണ്ട്, പെട്ടെന്ന് ഞാൻ നിങ്ങൾ നടന്നാണ് വരുന്നത്, എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ഇപ്പുറത്ത് എവിടെയോ ഒരു കല്യാണ വീട്ടിലെ കല്യാണ ചെറുക്കനാണോ വരനാണോ? നല്ല രസമുണ്ട്, ലാലേട്ടൻ്റെ ഒക്കെ പോലെ മുണ്ടൊക്കെ എടുത്ത് വന്നതിന്. യു ലുക്ക് സോ ഹാൻസം ടുഡേ മാൻ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ മൈക്ക് തരട്ടെ? ഓവർ ടു യു. നല്ലൊരു കൈഡി കൊടുത്തേ. ടീമേ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു കൈഡി വരുമോ? വളരെ സന്തോഷം. എൻ്റെ നാട് തന്നെയാണ് ഇത്, കൊച്ചിയിൽ. അധികം ദൂരമില്ല ഇവിടെ വരാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഫാമിലി, സ്റ്റാർ മാജിക് ഫാമിലി. ഞങ്ങൾ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം, അവിടെ ചായ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ ആർട്ടിസ്റ്റുകൾ, മേക്കപ്പ് മാൻ ഒന്നും ഇല്ല ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിൽ. ഞങ്ങളെല്ലാവരും ഒരു കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ നേരത്ത് വിളിച്ചാൽ വരണ്ടേ ടീമേ? ഞാൻ എത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ ടീം എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പല പല തിരക്കിലാണ്. ഡേറ്റ് ഒന്നും മാറിയതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അതിശയം ഈ ഞായറാഴ്ച ദിവസം, ഞായറാഴ്ച എന്ന് പറയുള്ളൂ കേട്ടോ, കൊച്ചി ഭാഷ അതാ, ഇത്രയും ആൾക്കാർ സമയമില്ലാത്ത സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ വന്നതിൽ എനിക്കൊരു അത്ഭുതം. കാരണം മമ്മൂക്ക വരുമ്പോൾ പോലും ഫോട്ടോച്ചിയിൽ ആൾക്കാർ കൂടാത്ത ഒരു നാളാണ്. സാധാരണ ഫോട്ടോച്ചിൽ ഷൂട്ടിംഗ് എടുക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ തമ്മിൽ ഇങ്ങനെ പറയാറുണ്ട്, എടാ നമ്മുടെ ജോസഫേട്ടൻ്റെ കടയിൽ നാളെ മമ്മൂക്ക ഷൂട്ടിന് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരോട് പറയും, എടാ ഇന്നലെ ഷാരൂഖ് ഖാൻ വന്നിട്ട് മമ്മ അതിന് കേട്ടില്ല, പിന്നെയാണ് മമ്മൂക്കയെന്ന്. അങ്ങനത്തെ ഒരു നാടാണ് നമ്മുടെ കൊച്ചി. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആൾക്കാരൊക്കെ നമ്മുടെ ഉദ്ഘാടനത്തിന് വന്ന് കാണാൻ വന്നെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇടവസമാണെങ്കിൽ ഇതിൽ കൂടുതൽ പേര് വന്നാനെ. അപ്പോൾ അരുൺ ഉത്രാടത്തിൻ്റെ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. എല്ലാവരും ഓർക്കും ഈ പേരും ഇതൊക്കെ ഇറങ്ങുമ്പോൾ സെലിബ്രിറ്റീസ്ക്ക് മാത്രം കൊണ്ടുള്ളതെന്ന് ഓർക്കും. പക്ഷേ സാധാരണക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ടത്. സെലിബ്രിറ്റീസൊക്കെ ഇടയ്ക്ക് വരുള്ളൂ, എന്നാലും അധികം പൈസയൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. കൂടുതൽ പൈസ എടുത്തു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടാ, ഞാൻ പറയും നമ്മുടെ സാധാരണക്കാർക്കും ഒന്നും മിനിങ്ങണ്ടേ അല്ലേ? അപ്പോൾ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ തയ്യപ്പണിക്കാരാണ് ഏറ്റവും കൂടുതൽ കത്രിക ഉപയോഗിക്കുന്നത്. കത്രിയൊക്കെ മേടിച്ചിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഉദ്ഘാടനത്തിൽ ചെല്ലുമ്പോൾ മുറിയൂല, കുറേ നേരം ഇങ്ങനെ ഇറക്കും. അപ്പോൾ ശ്യാമേ ആ കത്രിക എടുത്തെന്ന് പറയുമ്പോൾ കത്രിക എടുത്ത് മുറിക്കും പുള്ളിക്കാരത്തി.
ഞാൻ മനസ്സിലാക്കിയിടത്തോളം തയ്യപ്പണിക്കാർ കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രത്തിന് ഏറ്റവും കൂടുതൽ കത്രിക എടുത്തേക്കണത്. ഇവിടെ വേറെ മൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു മൈക്കിന് വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. ടീമിന്റെ പിൻഭാഗത്ത് ആ മുണ്ട് മുറുക്കി കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് കത്രിക കൊണ്ട് നടക്കണെന്നുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റും. ടീമേ കാണിച്ചു കൊടുക്കണോ? കണ്ടോ? വളരെ സന്തോഷം. കാരണം ഞാൻ ഈ 7 വർഷമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉദ്ഘാടനം, ചെറിയ കടകളാണ്. വലിയ കടകളൊക്കെ ലക്ഷ്മിയും നമ്മുടെ അനിറോസും മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്തോളൂ. നമ്മൾ കുഞ്ഞ് പാവപ്പെട്ട ചെറിയ കട, ഇറച്ചിക്കട, അങ്ങനെയുള്ള ചെറിയ ചെറിയ കട അതൊക്കെയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യണത്. എക്സ്ക്യൂസ് മീ, എല്ലാവർക്കും കാൽക്കുലേഷൻ നന്നായിട്ട് അറിയാലോ. ഒരു മാസം എത്ര ദിവസമുണ്ട്? 30. ഫെബ്രുവരി 28 തീയതി ഉള്ളൂ. 31 ദിവസം ഉദ്ഘാടനം ചെയ്യുന്നതാണോ മാസത്തിൽ 5 ഇനോഗ്രേഷൻ ഉള്ളതാണോ ഏറ്റവും അടിപൊളി? 31. മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിൻ, താങ്കൾ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. 31 ദിവസം ഞാൻ ഉദ്ഘാടനം ചെയ്യാറില്ല.